നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെ വേണമെന്ന് ഡിസ്കസ് ചെയ്യാനാണ്. സിലബസ് അടിമുടി മാറിയല്ലേ. പ്രിലിംസ് സിമിലർ ആണെങ്കിലും മെയിൻസിലേക്ക് വരുമ്പോൾ പേപ്പർ 1, പേപ്പർ 2, അതിൽ പേപ്പർ 2 തന്നെ മാനേജ്മെന്റിന്റെ എന്തൊക്കെയോ ഏരിയ, അത് കഴിഞ്ഞിട്ട് അഡ്മിനിസ്ട്രേഷന്റെ ഏരിയാസ് ഉണ്ട്. പിന്നെ ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നമുക്കറിയാവുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ട്. പിന്നെ കുറെ ചവർ ഭാഗങ്ങൾ, എൻവയോൺമെന്റിന്റെ സെക്ഷൻ നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ ടോപ്പിക്സ് ഒക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. വളരെ റിസർച്ച് ബേസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തെ. ഇപ്പൊ ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസിലൊക്കെ ഈ ഒരു സ്റ്റഡി പ്ലാൻ, ഈ ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോ സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഈ പ്ലാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ സ്റ്റഡീസുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. ഇപ്പൊ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി തന്നെ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താം, യൂസ് ചെയ്യാം. ഓക്കെ, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സ്ട്രാറ്റജിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ല PSC നമ്മളെ നോട്ടിഫിക്കേഷൻ ഇട്ടപ്പോൾ സിലബസ് പ്രസന്റ് ചെയ്തത്. നമ്മളൊരു എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഖടാൽഖടിയൻ സിലബസ് ആണ് പ്രതീക്ഷിച്ചത്. പക്ഷെ PSC സിലബസ് ഇട്ട് വന്നപ്പോൾ PSCയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് പോയിട്ടുള്ളത്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇമ്പോർട്ടന്റ് ആക്ട്സ് ഉണ്ട്, കേരള ഗവർണൻസ് ഉണ്ട്, അത്രയും പോലും കോംപ്ലിക്കേറ്റഡ് അല്ല ഇപ്പൊ ഇട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. സിലബസിനകത്തെ ഓരോ കീവേഡിനും വ്യക്തമായിട്ടുള്ള സോഴ്സ് ഉണ്ട്, വ്യക്തമായിട്ടുള്ള ബുക്ക് ലിസ്റ്റ് ഉണ്ട്, മുൻകാല വർഷ ചോദ്യങ്ങൾ അതിന്റെയൊക്കെ അവൈലബിൾ ആണ്, മാനേജ്മെന്റിന്റെ എക്സാംസിന്റെ ഒക്കെ ചോദ്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാം വളരെ ക്ലിയർ ആണ്. ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന സ്ട്രാറ്റജികളും ബുക്ക് ലിസ്റ്റും കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഈ എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, സിലബസ് കണ്ട് ആരും അന്താളിച്ചിരിക്കേണ്ട. ഇറ്റ്സ് എ വെരി ഈസി സിലബസ്. പഠിക്കേണ്ട പോലെ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സെറ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കുറച്ച് കൺഫ്യൂഷൻ ഞാനൊന്ന് ക്ലിയർ ചെയ്ത് തരാം. ഗോൾഡൻ റൂൾസ്, നിങ്ങൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ലാത്ത അലംഘനീയമായ ചില ശാസനങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ അങ്ങ് ഫോളോ ചെയ്യണം. റൂൾ നമ്പർ 1 എന്ന് പറയുന്നത്, പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസിന് പഠിക്കാം എന്നുള്ള മെന്റാലിറ്റി നിങ്ങൾ ഇന്ന് ഇവിടെ ഉപേക്ഷിക്കണം. പ്രിലിംസിന്റെ കൂടെ തന്നെ മെയിൻസിന്റെ ഒരു സിംഹഭാഗം നമുക്ക് പഠിച്ച് എടുക്കാൻ സാധിക്കും. ഞാൻ ആ പ്ലാൻ ഒന്ന് പറയാം, അത് കേട്ട് നിങ്ങൾ അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാം. പ്രിലിംസ് പാസ്സാവട്ടെ പിന്നെ മെയിൻസ് പഠിച്ചാൽ പോരെ സാറേ എന്ന് ചോദിക്കരുത്. രണ്ടും ഒരുമിച്ച് തന്നെ തയ്യാറെടുക്കണം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നോക്കിയോ, ഒരു 1-2 വർഷത്തിനകം ഇതിന്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിലും സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിലും ഒക്കെ ഏകദേശം ഒരേ ആൾക്കാരായിരിക്കും. ബിക്കോസ് റാങ്ക് ഹോൾഡേഴ്സിന് ഒരു സ്വഭാവമുണ്ട്, അവർ ഇൻഡിക്കേറ്റ് ചെയ്ത് പഠിക്കും. ഒരു പരീക്ഷയിൽ ടോപ്പ് അടിക്കുന്ന ആൾ തന്നെ ആയിരിക്കും എൻറ്റയർലി ഡിഫറെന്റ് സിലബസ് ഉള്ള മറ്റൊരു PSC പരീക്ഷയിൽ ടോപ്പ് അടിക്കുന്നത്. എന്തുകൊണ്ടാ? സ്ട്രാറ്റജി. അവർ ബുദ്ധിജീവികളായതുകൊണ്ടല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയ്ക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാൻ പറ്റും. SIയുടെ സിലബസ് വന്നിട്ട് ഞാൻ അതിന്റെ സ്ട്രാറ്റജി കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് അങ്ങനെ ഒരുമിച്ച് പഠിക്കുന്നത് തന്നെ ആയിരിക്കും അടുത്ത വർഷം സെക്രട്ടേറിയറ്റിൽ സീറ്റിലിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആയിട്ട് എല്ലാവരും പറഞ്ഞു, അയ്യോ ഇന്റർവ്യൂ വന്നല്ലോ എന്നുള്ളതാണ്. മക്കളെ, ജാക്ക്പോട്ട് ആണ്. ഇന്റർവ്യൂ എന്നൊരു ഘട്ടമാണ് എൻറ്റയർ സെലക്ഷൻ പ്രോസസ്സിനകത്ത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഘട്ടം. നിങ്ങൾ ഒന്നും മിണ്ടാതെ ചുമ്മാ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അങ്ങനല്ല, നിങ്ങൾ ചെന്നതിന്റെ ബേർ മിനിമം പെർഫോമൻസ് നടത്തിയപ്പോൾ നിങ്ങൾക്ക് 10 വരെ മാർക്ക് കിട്ടും. ഇന്റർവ്യൂവിൽ ഏറ്റവും ലോവസ്റ്റ് മാർക്ക് കിട്ടുന്ന ആളുടെയും ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടുന്ന ആളുടെയും മാർക്കിലെ ഡിഫറൻസ് 2-3 മാർക്ക് മാത്രമാണ്. ഏറ്റവും ടോപ്പ് ഒരു 13, കഴിഞ്ഞ ഇന്റർവ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് മാർക്ക് 13 നിങ്ങളൊരു ശരാശരിയിൽ താഴെ പെർഫോം ചെയ്താൽ പോലും 11 മാർക്ക് കിട്ടും. നിങ്ങൾ ഈസി ആയിട്ട് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂ എന്നൊരു ഘട്ടം വന്നത് ഭാഗ്യമാണ്. നിങ്ങൾ അത് വെച്ച് ടെൻഷൻ അടിക്കണം. നമ്മുടെ ചാനലിൽ തന്നെ ഇന്റർവ്യൂവിന്റെ സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ എന്നൊരു ഘട്ടം ഒരു ബേജാറാവേണ്ട വിഷയമല്ല. ഭാഗ്യമാണ് ഇന്റർവ്യൂ വന്നിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് സ്മാർട്ടായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 2-3 മാർക്ക് എക്സ്ട്രാ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഘട്ടമാണത്. ഒരു ഇന്റർവ്യൂ ഉള്ളതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് ആരും പ്രിപ്പയർ ചെയ്യാതൊന്നും ഇരിക്കണ്ട. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം, മൂന്നാമത്തെ പ്രശ്നം, സിവിൽ സർവീസ് ആസ്പിറൻസിന് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സിലബസ് ആണെന്നാണ് പറയുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നു. PSC ഇപ്പം കളി പഠിച്ചു പോയി. ഈ സിലബസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്
UPSC ആസ്പിറൻസിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലുള്ള ബെനിഫിറ്റ് ഒന്നുമില്ല. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യത്തിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാവുന്ന എവിഡൻസ് ഞാൻ സ്ട്രാറ്റജി പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. UPSC പിള്ളേർക്ക് ഉള്ളതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മിഥ്യാധാരണ ഉണ്ടെന്ന് മാറ്റിവെക്കുക. കുത്തിയിരുന്ന് അച്ചടക്കത്തോടു കൂടി പുതിയ പാറ്റേൺ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് സെക്രട്ടേറിയറ്റിന് ജോലി കിട്ടും. ആ വിദ്യാർത്ഥി UPSC ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാവാം, PSC ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാവാം, എന്തും ആവാം. മെന്റാലിറ്റി PSCക്ക് വേണ്ടി കുത്തിയിരുന്ന് പഠിക്കുക എന്നുള്ളതായിരിക്കണം. ഓക്കെ, അല്ല UPSC പിള്ളേർക്ക് മാത്രമുള്ള കാര്യമൊന്നും അല്ലത്. എപ്പോഴും പറയുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ ഇടും. യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ടെലിഗ്രാമിന്റെ ലിങ്ക് എന്ത് ചെയ്യാം, കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്ത് ടെലിഗ്രാമിൽ വരാം. നമ്മൾ ഡെയിലി അവിടെ ഫ്രീ മോക്ക് ടെസ്റ്റും ഇത്തരത്തിലുള്ള ലൈവ് ക്ലാസ്സുകളും ഒക്കെ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ലൈവ് ക്ലാസ് സെലക്ടഡ് ഡേയ്സിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്നാമതായി ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ ഞാൻ പറയുന്നത്, പ്രിലിംസിനും മെയിൻസിനും ഒരുമിച്ച് തയ്യാറെടുക്കും. ഇതൊക്കെ നടക്കുമോ? എനിക്ക് ഇന്നലെ യൂട്യൂബിൽ ഒരു കമന്റ് സെക്ഷനിൽ വന്നൊരു കാര്യമാണ്, സാറേ പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസിനെ പറ്റി ചിന്തിച്ചാൽ പോരെ. ആ ചിന്തയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയാറുണ്ട്. ഞാൻ ഈ പറയുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾ സമാധാനത്തോടുകൂടി ഒന്ന് കേൾക്കാം. ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത് മെയിൻസ് പരീക്ഷയുടെ സിലബസ് ആണ്. പ്രിലിംസ് നമ്മളിപ്പം ചർച്ച ചെയ്തില്ല. ഞാനിപ്പോ മെയിൻസ് പരീക്ഷയുടെ സിലബസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ പേപ്പർ 1 ഇത്ര 100 മാർക്കിന്റെ പേപ്പറാണ്. നിങ്ങൾ നോക്കിയേ, ഇതിൽ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി, എക്കണോമിക്സ്. ഈ 3 സബ്ജക്റ്റുകളും പ്രിലിംസിൽ നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന. ഹിസ്റ്ററിയിൽ ഒരു പക്ഷേ മിഡീവൽ ഇന്ത്യ മെയിൻസിന് ഇല്ല, പ്രിലിംസിൽ നിങ്ങൾ അത് എക്സ്ട്രാ പഠിക്കണം. അല്ലെങ്കിൽ ഇപ്പം എക്കണോമിക്സിനകത്ത് വരുമ്പോഴത്തേക്ക് ചില ഏരിയാസ് പ്രിലിംസിലുണ്ട് മെയിൻസിലില്ല, എന്നാലും മോർ ഓർ ലെസ് സിമിലർ ആണ്. അപ്പം ഏകദേശം ഇത്രയും ഏരിയ പ്രിലിംസിനെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മെയിൻസിന്റെ ടോപ്പിക് കവർ ആവണം. അതിനോടൊപ്പം ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇംഗ്ലീഷ്, മലയാളം, ഇതെല്ലാം നിങ്ങൾ പ്രിലിംസിൽ പഠിക്കുന്നതല്ലേ. ഇതിൽ പ്രിലിംസിൽ ഇല്ലാത്തതായിട്ടുള്ള ഒരു അന്യഗ്രഹ സിലബസ് എന്ന് പറയുന്നത് ഈ 3 മാത്രമാണ്. ലൈഫ് സയൻസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, വെറും 21 മാർക്ക്. നിങ്ങൾ മനസ്സിലാക്കാം, മെയിൻസിലേക്ക് വരുമ്പോൾ പേപ്പർ 1 വെറും 21 മാർക്കിന്റെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായി തയ്യാറെടുക്കേണ്ടത്. ബാക്കിയെല്ലാം പ്രിലിംസ് പഠിക്കുമ്പോൾ സെറ്റാണ്. പക്ഷെ പ്രിലിംസിന് വേണ്ടി പഠിക്കുമ്പോൾ ഉള്ള പിള്ളേർ ചെയ്യുന്ന അബദ്ധം ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അങ്ങ് പഠിച്ചാൽ പാസ് ആയിക്കോളും എന്നുകൊണ്ട് അവർ GK സബ്ജക്റ്റിൽ തഴയും. അവർ പ്രിലിംസ് പാസ്സാവും, പക്ഷെ മെയിൻസിന് 8 നില പൊട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിലിംസ് പാസ്സാവുന്നതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം മെയിൻസ് പാസ്സാവുന്നതാണ്. മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എടുത്തത്. ഇവിടെ നിങ്ങൾ ഈ സ്ട്രാറ്റജി തന്നെ പഠിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമ്മളിപ്പോ ക്ലാസ് തുടങ്ങും. എന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യം അതല്ല, നിങ്ങൾ പ്രിലിംസിനെ പഠിക്കുമ്പോൾ ഇത്രയും ടോപ്പിക്സ്, മെയിൻസിനകത്തുള്ള ഇത്രയും ടോപ്പിക്സ് മെയിൻസ് നിലവാരത്തിൽ തന്നെ പഠിക്കാം. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രിലിംസിന് സ്ഥിരമായിട്ട് വരുന്ന ഫാക്ടറികൾ പഠിച്ചാൽ പോരാ. ഫണ്ടമെന്റൽ റൈറ്റിന്റെ A to Z പഠിക്കണം. അല്ലെങ്കിൽ 5-year പ്ലാൻ, അല്ലെങ്കിൽ ജോഗ്രഫിയിലെ ടോപ്പിക്സ്, ഹിസ്റ്ററിയിലെ ടോപ്പിക്സ്, ഇതെല്ലാം അത്ര വേൾഡ് ഹിസ്റ്ററി പ്രിലിംസിനും മെയിൻസിനും ഒറ്റ സിലബസാണ്. 21 മാർക്കേ ഉള്ളൂ പുറത്തുള്ള ഒരു സാധനം എന്ന് പറയുന്നത്. അത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. പക്ഷെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുമ്പോൾ കുട്ടികളുടെ ഒരു പ്രശ്നം, നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിനകത്ത് കട്ടി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഇവിടെ ഫിസിക്സിൽ PhD ഉള്ള ആൾക്ക് പോലും പലപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് PSC എടുത്തത്. അത് ചില ചോദ്യങ്ങൾ ആർക്കും തൊടാനൊക്കത്തില്ല. പക്ഷേ ഇപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂട്ടിയിട്ടുണ്ട്. 7 മാർക്ക് 21 മാർക്കുണ്ട്. 21 മാർക്ക് നമുക്കൊരു 18 മാർക്ക് എങ്കിലും നേടിയെടുക്കണം. അവർ കുറച്ച് ആഴത്തിലിറങ്ങി പഠിക്കണം. എല്ലാ സയൻസ് നമ്മൾ എപ്പോഴും റിയാലിറ്റി ആയിട്ട് തന്നെ കാണണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ 21 മാർക്ക് നേടിയെടുക്കാൻ ഈവൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ വന്ന് പരീക്ഷ എഴുതിയാലും ഒക്കത്തില്ല. പക്ഷേ ഒന്ന് ആഴത്തിലിറങ്ങി പഠിക്കുകയാണെങ്കിൽ പഴയ എഞ്ചിനീയറിംഗ് എൻട്രൻസിന്റെ ചോദ്യ പേപ്പറുകൾ, മെഡിക്കൽ എൻട്രൻസിന്റെ ചോദ്യ പേപ്പറുകൾ ഇതൊക്കെ നമ്മൾ ക്ലാസ് തരും. അതിനോടൊപ്പം തന്നെ NCERT ചില ഒരു ബോർഡൻ ഏരിയാസ് ഉണ്ട്. അതൊക്കെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ മാർക്ക് നമുക്കിവിടെ അടിച്ചെടുക്കാൻ പറ്റും. നമുക്കത് മതി. നമുക്ക് ഫുൾ മാർക്ക് വേണ്ട, മറ്റുള്ളവരെക്കാൾ മാർക്ക് അടിച്ചെടുക്കണം. അപ്പൊ ഇതിന്റെ സ്ട്രാറ്റജി വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. സയൻസ് ഈസ് എ വെരി ബിഗ് സബ്ജക്ട്. ബാക്കിയുള്ളതിന്റെ ബുക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഹിസ്റ്ററി വിപിൻ ചന്ദ്രയും സ്പെക്ട്രോ ഒക്കെ ഉണ്ടെങ്കിൽ ഹിസ്റ്ററി സെറ്റ് ആണ്. ജോഗ്രഫി NCERT GC ലിയോങ് ഉണ്ടെങ്കിൽ ജോഗ്രഫി സെറ്റ് ആണ്. എക്കണോമിക്സ് വിവേക് സിംഗ് ഒരു രക്ഷയിലുണ്ട്, അടിപൊളി ടെക്സ്റ്റ് ആണ്. വിവേക് സിംഗ് ഉണ്ടെങ്കിൽ പച്ചവെള്ളം പോലെയാണ് അതിനകത്ത് എക്കണോമിക്സ് കൊടുത്തിട്ടുള്ളത്. ശങ്കർ ഗണേഷ് നല്ലതാണ് എക്കണോമിക്സിന്റെ. വിവേക് സിംഗോ ശങ്കർ ഗണേഷ് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. ബാക്കി ഇതിനൊക്കെ നിങ്ങൾക്ക് റാങ്ക് ഫയൽ തന്നെ ഉപയോഗിക്കാം. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എല്ലാം. അപ്പം മെയിൻസ് നിലവാരത്തിൽ തന്നെ പഠിക്കാം. സെറ്റാണ്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
പേപ്പർ 1 ഞാൻ ഇപ്പോഴും പ്രിലിംസിന്റെ സിലബസ് തൊട്ടിട്ടില്ല, മെയിൻസിന്റെ സിലബസ് മാത്രമാണ് പറയുന്നത്. കാര്യം ഇതിന്റെ ഒരു ഒരു ആഗോള നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി കുത്തിയിരുന്ന് പഠിക്കുന്ന പയ്യൻ അല്ലെങ്കിൽ കുട്ടി, ആ വ്യക്തി പ്രിലിംസ് പാസ്സാവും. അതൊരു ഓട്ടോമാറ്റിക് എഫക്ട് മാത്രമാണ്. പിന്നെ അവനറിയാം പ്രിലിംസ് പാസ്സാവുകയല്ല നമ്മളെ ലക്ഷ്യം, മെയിൻസിന് മാക്സിമം മാർക്ക് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മെയിൻസിന് വേണ്ടി ഇരുന്ന് പഠിക്കുക. മെയിൻസിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് നിങ്ങൾ ഓട്ടോമാറ്റിക്കായി പാസ് ആയിക്കോളും. അപ്പൊ നിങ്ങളുടെ സംശയം, പേപ്പർ 2 ഒരു അന്താരാഷ്ട്ര പേപ്പർ ആണല്ലോ, പേപ്പർ 2-നകത്താണല്ലോ കുറെ ഔട്ട് ഓഫ് ദ സിലബസ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും? പേപ്പർ 2-ന്റെ പല ടോപ്പിക്സും പ്രിലിംസിൽ ഓവർലാപ്പ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ സ്ട്രാറ്റജിക്കലായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞതാണ്. ചുമ്മാ വലിച്ചുവാരി പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ തന്ത്രപരമായി പഠിക്കണം. PSC നോക്കുന്നതും ഈ സിലബസിനകത്ത് ഈ ഡോട്ട്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് സ്മാർട്ടായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോന്ന്. അല്ലാതെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സിൽ അഗാധമായ അറിവുള്ള പണ്ഡിതനാണോ എന്നല്ല PSC നോക്കുന്നത്. ഒരു ബ്യൂറോക്രാറ്റ് ആണോ നിങ്ങൾ? ബ്യൂറോക്രാറ്റ് ആവണമെങ്കിൽ ഇത്ര ഡോട്ട്സുകൾ കണക്ട് ചെയ്യാൻ പറ്റണം. അതിനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് വരെ നോക്കുന്നുള്ളൂ. ഈ കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ പേപ്പർ 2-ൽ 9 മൊഡ്യൂൾസ് ആണ്. 9 മൊഡ്യൂളിനെ പറ്റി ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് ഈ മൊഡ്യൂൾ 3-ൽ നിന്നും 4-ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഇത് പേപ്പർ 2, മെയിൻസിന്റെ പേപ്പർ 2-ലെ മൊഡ്യൂൾ 3-ഉം 4-ഉം ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ, സെൻട്രൽ സ്റ്റേറ്റ്സ് റിലേഷൻ അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ തന്നെയാണ് ഇവിടെ പഠിക്കേണ്ടത്. നിങ്ങൾ ഈ 2 ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബഹുഭൂരിപക്ഷം ഏരിയയും കവറായി പൊക്കോളും. ഇവിടെ സിവിക്സിനകത്തെ കുറച്ച് ഏരിയ മാത്രമാണ് എക്സ്ട്രാ വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ബോർഡർ തിരിക്കാൻ ഒക്കത്തില്ല. ഇത് ഫിലോസഫിക്കൽ സബ്ജക്റ്റ് ആണ്. സിവിക്സിൽ നിന്നും ഇവിടെ ക്വസ്റ്റ്യൻസ് വരാം. ഉദാഹരണത്തിന് ഈ ഗവർണൻസ് മെയിൻസിനുള്ള ടോപ്പിക്കാണ്. ലോക്പാൽ, ലോകായുക്ത, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. ഈ ജുഡീഷ്യറിയും കാര്യങ്ങളും എല്ലാം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉള്ളതാ. ജുഡീഷ്യറിയും കാര്യങ്ങളും എല്ലാം ഇവിടെ കിടക്കുന്നുണ്ടോ? അപ്പോ നിങ്ങൾ ഈ സിവിക്സിലെ പോർഷൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ പേപ്പർ മൊഡ്യൂൾ 1, പേപ്പർ 2-ലെ മൊഡ്യൂൾ 1-നകത്ത് കിടക്കുന്ന സാധനം ഇത്. അപ്പോ പ്രിലിംസിന്റെ ഈ സിവിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ മെയിൻസ് നിലവാരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മെയിൻസിനകത്തെ ഒരു 80% ഏരിയ നിങ്ങൾക്ക് കവർ ആയി കിട്ടും. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് കാണുന്ന സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകർ ലിസ്റ്റും പഠിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ലെജിസ്ലേറ്റീവ് റിലേഷൻസിനകത്താണ് അത് വരുന്നത്. ഇതെല്ലാം ഇതൊന്നും പുതിയ ടോപ്പിക്സ് അല്ല. PSC കാലാകാലങ്ങളായിട്ട് നീതി ആയോഗിനെ പറ്റി ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷന്റെ കോണ്ടെക്സ്റ്റ് ആണ് ചോദ്യം വരുന്നത്. ഡോക്ട്രൈൻ ഓഫ് റിപ്പഗ്നൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ PSC പണ്ട് തൊട്ടേ ചോദിക്കുന്നത്. ഇപ്പൊ സിലബസിനകത്ത് ഒരു പേര് അടിച്ചിറക്കിയേ ഉള്ളൂ. ഇതൊക്കെ പഠിച്ചെങ്കിലേ പണ്ടും PSC പാസ്സാവത്തുള്ളൂ, ഇന്നും PSC പാസ്സാവത്തുള്ളൂ. പക്ഷെ ഇപ്പൊ സിലബസിനകത്ത് അവരിങ്ങനെ ആഡംബരത്തിൽ കൊടുത്തിട്ടുണ്ട്. യെസ്, പഠിക്കണമെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എവിടുന്ന് പഠിക്കും? ഇതൊക്കെ ലക്ഷ്മികാന്തിന്ന് പക്ക കോപ്പി പേസ്റ്റ്. അപ്പൊ പാർലമെന്ററി പ്രിവിലേജ് സിലബസിനകത്തുള്ള ടോപ്പിക്കാണ് പാർലമെന്ററി പ്രിവിലേജ്. ഭയങ്കര പുതിയ ടോപ്പിക്കാണ് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇതൊക്കെ ലക്ഷ്മികാന്തിനകത്തുള്ളതാണ്. സിവിൽ സർവീസ് മെയിൻസിന് ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം എന്നറിയോ? ഇൻഡിവിജ്വൽ പ്രിവിലേജ് ഉണ്ട്, കളക്റ്റീവ് പ്രിവിലേജ് ഉണ്ട്. ഈ പ്രിവിലേജ് ബ്രേക്ക് ആയാൽ അല്ലെങ്കിൽ പ്രിവിലേജ് വയലേറ്റ് ആയാൽ കണ്ടംപ്റ്റ് ഓഫ് പാർലമെന്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതൊന്നും പുതിയ ടോപ്പിക്സ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കൃത്യമായിട്ടുള്ള മുൻകാല വർഷ ചോദ്യ മാതൃകകളുണ്ട്. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം, നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. പ്രത്യേകിച്ച് സെൽഫ് സ്റ്റഡി നടന്ന വിദ്യാർത്ഥികൾ, സിവിൽ സർവീസസിനകത്ത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് പ്രിലിംസിലെ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയുണ്ട്, സബോർഡിനേറ്റ് കോർട്സ്. അവിടെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, ലോക് അദാലത്തിന് പോവാന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? ബാങ്കിന്റെ അദാലത്തിന് പോയി, അല്ലെങ്കിൽ KSEBിയുടെ അദാലത്തിന് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? ഈ ഗ്രാം ന്യായാലയ, ഈ 3 ടോപ്പിക്ക് ഇറ്റ്സ് എക്സ്ട്രീംലി ഹോട്ട്, വെരി ഇമ്പോർട്ടന്റ്. പേഴ്സൺ VIP ചെയ്തിട്ടുള്ളവരാണ്. ഹോട്ടസ്റ്റ് ഓഫ് ദ ഹോട്ട് ടോപ്പിക് ആണ് പ്രിലിംസിനെ സംബന്ധിച്ചത്. ഈ സബോർഡിനേറ്റ് കോർട്ടാണ് ഇവിടെ ഇപ്പം കൊടുത്തിട്ടുള്ളത്. PSCയുടെ മെയിൻസിന്റെ പേപ്പറിനകത്ത് കൊടുത്തിട്ടുള്ളത്. കാര്യം കത്ത് നിൽക്കുവാണ്. നിങ്ങൾ ഗ്രാം ന്യായാലയത്തിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും അല്ലെ? അല്ലെങ്കിൽ സോറി, ചുമ കംപ്ലീറ്റ്ലി വിട്ട് മാറിയിട്ടില്ല, അതാണ് ഇടയ്ക്കൊരു ഹിക്കപ്സ് വരുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീംസ് ആണ്. പഠിക്കാനാണെങ്കിൽ ഭയങ്കര ഈസി. ഇതൊന്നും റോക്കറ്റ്. നിങ്ങൾ അമെന്റ്മെന്റ് എന്തായാലും പഠിക്കുന്ന ആൾക്കാരാണ്. അമെന്റ്മെന്റ് അല്ലെങ്കിൽ എമർജൻസി പ്രൊവിഷൻസ് ഒക്കെ പഠിക്കുന്നതാണ്. അത് പഠിക്കുന്നതിന്റെ ഒരു 100 ഡിഫിക്കൽട്ട് അല്ല ഈ ഏരിയ ഒന്നും പഠിക്കാൻ. ഇവിടെ നമുക്കൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ LSGS മെയിൻസിന് നമ്മുടെ ബാച്ചിൽ നിന്ന് എത്ര ചോദ്യം വന്നേന്നുള്ളത് വെറുതെ ക്ലെയിം ചെയ്യുമല്ല. ഞങ്ങൾ യൂട്യൂബ് വീഡിയോയിൽ വിത്ത് പ്രൂഫ്, സ്ക്രീൻഷോട്ട് സഹിതം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പം PSC ചോദ്യങ്ങൾ പ്രിഡിക്ട് ചെയ്യുന്ന അത്ര വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടിയല്ല. കാര്യം PSC ഒരു റിസർച്ച് ബേസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. PSC പറയുന്നത് നമ്മൾ കേട്ടാൽ മതി. PSC സിലബസ് ഇട്ടിട്ടുണ്ട്, സിലബസ് പഠിക്കുക, സോഴ്സ് PSC കൃത്യമായിട്ട് സൂചന സോഴ്സുകൾ പഠിക്കുക, അപ്പൊ നമുക്ക് ഈസിയാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് പ്രിഡിക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് LSTS ബേസ്ഡ് ഇത്രയധികം ചോദ്യങ്ങളുടെ ബാച്ചിൽ വന്നത്. വെറുതെ ക്ലെയിം ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. PDF സഹിതം നമ്മൾ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. കാര്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടാണ് അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തായാലും കുട്ടികളെ കൺവിൻസ് ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. ഓരോ എക്സാം കഴിയുമ്പോൾ ഞങ്ങൾ ക്വാളിറ്റി ഓഡിറ്റ് നടത്തും. എത്ര ചോദ്യങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് വന്നു, എത്ര ചോദ്യങ്ങൾ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് ഓഡിറ്റ് ഞങ്ങൾ നടത്തും. അപ്പൊ ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് പറയുന്നത് സബോർഡിനേറ്റ് കോർട്സ്, ഗ്രാം ന്യായാലയ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലോക് അദാലത്ത്, ഇവിടുന്ന് ചോദ്യങ്ങൾ വരും. വളരെ ഈസിയാണ്, കുറച്ച് കൺഫ്യൂസിങ് ഏരിയാസ് ആണ്, നമുക്കത് ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്. ലക്ഷ്മികാന്തിലെ ചാപ്റ്റർ 14 സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ പറ്റിയാണ്. ഇതിൽ 3 ഡയമെൻഷനാണ് പഠിക്കുന്നത്: ലെജിസ്ലേറ്റീവ് റിലേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ, ഫിനാൻഷ്യൽ റിലേഷൻ. ഇതൊക്കെ കേൾക്കുമ്പം എന്തൊക്കെയോ വലിയ സംഭവം തോന്നും. ലെജിസ്ലേറ്റീവ് റിലേഷൻ ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഫിനാൻഷ്യൽ റിലേഷൻ ഒക്കെ നിങ്ങൾ ഫിനാൻസ് കമ്മീഷനെ പറ്റി സ്ഥിരം PSC ചോദിക്കുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ ഉണ്ട്, അത് നമ്മൾ പഠിക്കും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്. ഇതിനകത്ത് ഇത് മാത്രമാണ് കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം PSC കാലാകാലങ്ങളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഒരു പേരിട്ട് വിളിച്ചു, ഓക്കെ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്നൊരു പേരിട്ട് സിലബസിനകത്ത് അതിനെ പ്രതിഷ്ഠിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അന്നും ഇന്നും PSC ഇവിടുത്തെ ചോദ്യങ്ങളുണ്ട്. അപ്പം ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ലക്ഷ്മികാന്ത് മര്യാദയ്ക്ക് ഇങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ഇപ്പം NCERT മാറുന്നു, SCERT മാറുന്നു, അതൊന്നും നമ്മൾ ഇമ്മ്യൂൺ ആവും, നമ്മൾ കംപ്ലീറ്റ്ലി ഇമ്മ്യൂൺ ആവും. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ടെക്സ്റ്റ് ആണ് ലക്ഷ്മികാന്ത്, പിന്നെ ബിപിൻ ചന്ദ്രയുടെ ഹിസ്റ്ററി ടെക്സ്റ്റുകളൊക്കെ. പിന്നെ അതിന് പുറത്തു നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആർക്കും ഉത്തരം എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ഒരു അഷ്യൂരിറ്റി അതാണ്. ലക്ഷ്മികാന്തിൽ കാണുമ്പോൾ ഇത്രയും കനമുണ്ട്, നമുക്ക് അതിന്റെ പകുതിയുടെ പകുതി പഠിച്ചാൽ മതി. ആ കനം കണ്ട നിങ്ങൾ പേടിക്കണ്ട. എക്സാക്ട്ലി സരങ്ങൾ ഇറ്റ്സ് എ ബൈബിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെ, അതിന്റെ കനം കണ്ട നിങ്ങൾ ഇവിടെ നല്ല തിക്ക് ബുക്കാണ്. പക്ഷെ നമ്മൾ സിലബസ് വെച്ച് പഠിക്കുമ്പോൾ അതിന്റെ പകുതിയുടെ പകുതി മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോ ഇതാണ് അതിന്റെ ഒരു അപ്രോച്ച്. ഇപ്പൊ നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്സ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കവേർഡ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ മെയിൻസ് നിലവാരത്തിൽ എടുക്കുന്നത്. അതുകൊണ്ട് ആ ടോപ്പിക്ക് പ്രിലിംസ് കഴിഞ്ഞ പിന്നെ നിങ്ങൾ ഒന്നേന്ന് പഠിക്കേണ്ടി വരത്തില്ല, അതെല്ലാം കവേർഡ് ആയിക്കോളും. പ്രിലിംസ് കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ ടോപ്പിക്സ്. അപ്പൊ നമ്മുടെ ഓവർലാപ്പിംഗ് ടോപ്പിക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സ്ട്രാറ്റജിക്കലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് പഠിക്കാം. നമുക്കിനി എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഏരിയ എന്ന് പറയുന്നത് മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 ആണ്. ഞാൻ ഇന്ന് നമ്മുടെ യൂട്യൂബിൽ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നൊരു ടോപ്പിക് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസ് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഹെൻറി ഫോളിന്റെ 14 സിദ്ധാന്തങ്ങളുടെ ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ് കണ്ടു നോക്കാം. ഇത്ര ഈസി ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് PSCയുടെ ചരിത്രത്തിൽ സെക്രട്ടേറിയറ്റിന് വന്നിട്ടുള്ള എനിക്കറിയില്ല. എന്തായാലും IPC CRPC ഒക്കെ പണ്ട് പഠിക്കുന്ന ആൾക്കാരായിരുന്നു നിങ്ങൾ. സ്പെഷ്യൽ ടോപ്പിക്സ് SI അത്രയും ഒരു ടെക്നിക്കാലിറ്റി ഉള്ള ഏരിയ അല്ലത്. അത് ഭയങ്കര ഈസി ടോപ്പിക്സ് ആണ്. ഇപ്പം ഉത്തരാഖണ്ഡ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മെറ്റീരിയൽസ് വളരെ രസകരമായിട്ട് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്ഥിരമായി പല പരീക്ഷകളും വരുന്നുണ്ട്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്നൊരു ഒരു പേപ്പർ ഉണ്ട്. ഇപ്പം കോമേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ആൾക്കാർക്ക് അറിയാം. ചാർട്ടേഡ് അക്കൗണ്ടൻസി വളരെ ഇമ്പോർട്ടന്റ് പേപ്പറാണ്. അപ്പൊ അവിടെയൊക്കെ വളരെ രസകരമായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഇതൊക്കെ പക്ക പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളതാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യത്തിലും നമ്മുടെ അപ്രോച്ച് തന്നെ മാറും. ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഫിലോസഫിക്കൽ സംഭവമാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ കാര്യങ്ങൾ നമുക്ക് തോന്നും. നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറ്റുന്ന ലെവലിലുള്ള സിലബസ് ആയത്. ഇത് വെറുതെ PSC പ്രതിഷ്ഠിച്ചിരിക്കുന്നതല്ല. ഈ സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷനോടുള്ള ഔട്ട്ലുക്ക് മാറും, ഗവേണൻസിനോടുള്ള ഔട്ട്ലുക്ക് മാറും, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറും. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിൽ പഠിക്കുക. അതും ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ പഠിക്കുക. IGNOU ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് നല്ല നല്ല ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ. ഉത്തരാഖണ്ഡ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിൽ ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ് അല്ല, അത് നമുക്ക് എക്സ്ട്രാ പോർഷൻസ് മറ്റ് ടെക്സ്റ്റ് സോഴ്സിൽ നിന്ന് നമ്മളൊക്കെ എടുക്കേണ്ടി വരും. അത് 100% പെർഫെക്റ്റ് എന്നല്ല പറയുന്നത്. UPSC സിവിൽ സർവീസസിന്റെ മെയിൻസിൽ GS2 ആൻഡ് GS4 ആ സിലബസുമായി ഓവർലാപ്പ് ചെയ്യാണ് ഇതെല്ലാം. അപ്പൊ അതിന്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അത് വെച്ച് പഠിക്കാം. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ കണ്ണടച്ച് PSC ഫോളോ ചെയ്യുമ്പോൾ പ്രശ്നം ഞാൻ പറഞ്ഞു. ആ മെറ്റീരിയൽസ് ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിനുള്ളതാണ്, ഒബ്ജക്റ്റീവ് പേപ്പറിനുള്ളതല്ല, എഴുത്ത് പരീക്ഷയ്ക്കുള്ളതാണ്. അപ്പൊ അത് വായിച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് മനസ്സിലാക്കി വേണം അവർ ഏരിയ പഠിക്കാൻ. സർവോപരി
ഇംഗ്ലീഷിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നതാണ്, മലയാളത്തില് നോട്ട് തരുമോ? മലയാളത്തിൽ ഈ ടോപ്പിക്കിന് എങ്ങനെ മലയാളത്തിൽ നോട്ട് ഇരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഡിഗ്രി ലെവലിൽ മലയാളത്തിൽ നോട്ട് ഈ ടോപ്പിക്കിന് എങ്ങനെ തരും? തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഇപ്പം അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്കിന്റെ മലയാളവും മാനേജ്മെന്റ് എന്നുള്ള വാക്കിന്റെ മലയാളം ഭരണം എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഭരണ നിർവഹണം, ഭരണ സംവിധാനം, പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പം ഇത് രണ്ടും ഇംഗ്ലീഷിൽ ഡിഫറെന്റ് ആണ്, ടെക്നിക്കലി ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഒന്ന് മനസ്സ് വെക്കുവാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ എല്ലാം, ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ള ക്ലാസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. കാര്യം മലയാളത്തിൽ അതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. മറ്റേ എൽനിനോ സദേൺ ഓസിലേഷൻ, നെഗറ്റീവ് തെക്കൻ ആന്തോളനം എന്നാണ് മലയാളത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് മലയാളിക്ക് പോലും മനസ്സിലാവാത്ത മലയാളമാണ് PSC യിലുള്ളത്. മലയാളത്തെക്കാൾ ഇംഗ്ലീഷ് നമുക്ക് വായിച്ച് എടുക്കാൻ എളുപ്പം ഇംഗ്ലീഷാണ്. മലയാളം മലയാളിക്ക് പോലും മനസ്സിലാവത്തില്ല PSC ട്രാൻസ്ലേഷൻ ഉള്ള മലയാളം. ഒരു ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാം, സെറ്റാണ് അത്, നിങ്ങൾ അത് ടെൻഷൻ അടിക്കുക വേണ്ട. പിന്നീട് ഈ ഒരു 3 കാര്യങ്ങൾ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്താൽ മതി. ഈ ഏരിയ വളരെ ലളിതമാണ്. ഇവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു ടോപ്പിക് നോക്കിയേ. ഇതൊക്കെ പണ്ട് പല കോണ്ടെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ഏരിയാസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നൊരു ടോപ്പിക് ഉണ്ട് അല്ലെ. അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റ് എന്നുള്ള ഡിഫറൻസ് എന്താ? നല്ലൊരു ചിന്താഗർഭമായ ചോദ്യമല്ലേ. എന്താണ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം? രണ്ടും മലയാളത്തിൽ ഭരണം തന്നെയാണ്, പക്ഷെ ഇംഗ്ലീഷിൽ രണ്ട് ഡിഫറെന്റ്, എൻറ്റയർലി ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഡ്മിനിസ്ട്രേഷൻ ഭരണം, മാനേജ്മെന്റ് അതും ഭരണം, ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താ? ഒരു ചോദ്യം ഇവിടുന്നായിരിക്കും, ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം അല്ലെ. യെസ്, ഇപ്പം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാ പറയുന്നത്, ഇന്ത്യൻ മാനേജ്മെന്റ് സർവീസ് എന്നല്ല അല്ലെ. അല്ലെങ്കിൽ MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നാ പറയുന്നത്, അല്ലാതെ മാസ്റ്റർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് എന്നല്ല. അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു ഹയർ ലെവൽ ഓപ്പറേഷൻ ആണ്. അത് ലോവർ സ്ട്രാറ്റയിലേക്ക് ഒരു മാനേജ്മെന്റ് ആയിട്ട് മാറും അല്ലെ. ചില തിയറീസ് ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഡേ ടു ഡേ വർക്കുകളും മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോളിസി ഡിസിഷൻ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ സർക്കാർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂട്യൂബ് ക്ലാസ് ചെയ്യും, ഈ ഒരു ടോപ്പിക് നമ്മൾ ക്ലാസ് ചെയ്യും. എന്തായാലും ഒരു ചോദ്യം വരുന്ന ഒരു മേഖലയാണ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഡിഫറൻസ്. ഓരോ ഫിലോസഫേഴ്സ് ഇതിന് ഓരോ ഡിഫറൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പറയും. അഡ്മിനിസ്ട്രേഷന്റെ ഒരു ലോവർ സ്ട്രാറ്റയിലേക്ക് വരുമ്പോൾ ഇത് മാനേജ്മെന്റ് ആയിട്ട് മാറും എന്നൊരു സിദ്ധാന്തമുണ്ട്. അതൊക്കെ നമുക്ക് ഡയഗ്രാം വരച്ചിട്ട്, ഒരു പിരമിഡ് ഒക്കെ വരച്ചിട്ട് പഠിപ്പിച്ചു, അത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇവിടെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ടല്ലേ. എക്സാക്ട്ലി സർ, ഗുഡ്. എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ അത് തന്നെയാണ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. സുതാര്യത വേണം, ഉത്തരവാദിത്തം വേണം. അപ്പൊ ഇത് പഠിച്ചാൽ ഇത് സെറ്റാണ്. ഈ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ഇത് എക്സ്ട്രാ പഠിക്കണ്ട. ഈ സിലബസ് പല രീതിയിൽ ഓവർലാപ്പിംഗ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ LSGSന്റെ മെയിൻസിന്റെ സിലബസ് ഞാൻ സ്ട്രാറ്റജി പറഞ്ഞൊരു കാര്യമാണ്. പഞ്ചായത്ത് രാജ് സിസ്റ്റവും അർബൻ ലോക്കൽ ഗവർണൻസും ഈ ഒരേ സാധനം പല പേര് സിലബസിന്റെ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരെണ്ണം പഠിച്ചാൽ മതി, അത്ര ഏരിയ ഓട്ടോമാറ്റിക് കവർ ആയിക്കോളും. 3-4 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാത്തിനും കൂടെ ഒറ്റപ്പെടുത്തും. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ സിലബസിനകത്ത് മറ്റ് പല ഭാഗങ്ങളും ഇതുപോലെ കവേർഡായി പൊക്കോളും. നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ പല ഏരിയകളും കവറായി പൊക്കോളും. ഇത് ലൈൻ ബൈ ലൈൻ അല്ല പഠിക്കുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ നിങ്ങളുടെ ലാപ്ടോപ്പിലോ മൊബൈലിലോ ടാബ്ലറ്റിലോ ഒക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ് കാണുന്നത്. ഈ TQM സ്ട്രാറ്റജിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ആ ഡിവൈസുകൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്, പക്ഷെ വളരെ ഈസിയാണ് ഇതൊക്കെ പഠിക്കാനായിട്ട്. ലീൻ മാനേജ്മെന്റ് എന്താണ്? ഏറ്റവും വേസ്റ്റേജ് കുറച്ചുകൂടെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് പുറത്തിറക്കണം. അതാണ് ലീൻ മാനേജ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് പറയുന്നത്. ഇതൊക്കെ തിയററ്റിക്കലാണ്. വലിയ ടെക്നിക്കലായിട്ട് എന്താ ഇങ്ങനെ മലമറിക്കാതൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അത്രയും ഭീകരമായിട്ടുള്ള ഏരിയ ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്തത് അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിലബസ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ഇതൊക്കെ നമ്മൾ പണ്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് UPSC പല രീതിയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ ഒരു പക്ഷേ UPSC ആസ്പിറൻസിന് ഒരു വെയിറ്റേജ് ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇവിടെയൊക്കെ ട്രഡീഷണൽ PSC ആസ്പിറൻസ് ആണ് വെയിറ്റേജ്. കാര്യം ഇത്രയും ഡീപ്പ് മാത്സ് ഒന്നും അവിടെ പഠിക്കാനില്ല, മലയാളം പഠിക്കാനേ ഇല്ല. കമ്പ്യൂട്ടറോ സ്പോർട്സോ ആർട്സിനോ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറില്ല. അപ്പം ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു വെയിറ്റേജ് UPSC ആസ്പിറൻസിനും ഉണ്ട്, PSC ആസ്പിറൻസ് രണ്ടും ബാലൻസ്ഡ് ആണ്.
അതായത് എല്ലാവർക്കും കൊണ്ടുപോകുന്ന രീതിയിലല്ല കാര്യങ്ങൾ വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കാം. ബികോം പഠിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കോ മാനേജ്മെന്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കോ ഇത് ഈ ഏരിയയിൽ കുറച്ചൊരു അപ്പർ ഹാൻഡ് കിട്ടും. പക്ഷെ ആ വ്യക്തിക്ക് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അപ്പർ ഹാൻഡ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നെഗറ്റിവിറ്റിയുടെ പുറകെ പോകാതിരിക്കുക. നെഗറ്റിവിറ്റി ബയാസ് എന്ന് പറയും. നമ്മൾ എപ്പോഴും വാട്ട് ക്യാൻ ഗോ റോങ്, എന്താണ് നമുക്ക് പണി വരാനിരിക്കുന്നത് എന്നുള്ള ചിന്തയിലാണ് നോക്കുന്നത്. പക്ഷെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കത്തില്ല. അപ്പം കോമേഴ്സ് പഠിച്ച വിദ്യാർത്ഥി ഇതുവരെ പി എസ് സിയിൽ വലിയ വെയിറ്റേജ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് വെയിറ്റേജ് ഉണ്ട്. ഈ ഒരു സിലബസിനകത്ത്, ഈ ഒരു സെക്ഷനകത്ത് വെയിറ്റേജ് ഉണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പൊ നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റിൽ എക്സ്പേർട്സ് ആയിരിക്കും. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റേജ് മാറ്റാൻ പറ്റും. അല്ലാതെ യു പി എസ് സി പിള്ളേർക്ക് അല്ലെങ്കിൽ കൊമേഴ്സ് പിള്ളേർക്ക് മാത്രം ഉള്ളതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ള ചിന്ത മാറ്റി വയ്ക്കുക. ഓക്കെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനി അടുത്ത ഒരു ടോപ്പിക്, രണ്ട് മൊഡ്യൂളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. രണ്ട് മൊഡ്യൂളും കൂടെ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തൊരു മൊഡ്യൂൾ കേരള മോഡൽ ഓഫ് എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ക്ലാസ് എടുത്ത് കഴിഞ്ഞ സിലബസ് ആണ്. കെ എസിന്റെ സിലബസിന് അതൊന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. അതേപോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ഇതൊക്കെ പണ്ടേ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്. ഒന്ന് പുതിയ ലാൻഡ് റിഫോംസ് ഡിഗ്രി ലെവൽ പി എസ് സി പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. കേരള എക്കണോമിക് റിവ്യൂ 2023 ഉണ്ടെങ്കിൽ ഈ ഏരിയ അരച്ച് കലങ്ങി പഠിക്കാം. ഈ പുസ്തകത്തിന്റെ പുറത്ത് നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത കുറവാണ്. വരും, അപൂർവമായിട്ട്. ഇപ്പം 15 മാർക്ക്, 15, 30 മാർക്കാണല്ലോ, 4-5 ചോദ്യങ്ങൾ വരുമായിരിക്കും. പക്ഷെ ബാക്കി ഒരു 25 മാർക്കിന്റെ ചോദ്യവും വരുന്നത് കേരള എക്കണോമിക് റിവ്യൂ എന്നായിരിക്കും. അത്രയും ഡീറ്റെയിൽഡ് ആണ് ഈ ടെക്സ്റ്റ്. ഗവൺമെന്റിന്റെ തന്നെ പബ്ലിക്കേഷൻ ആണ്. നല്ലൊരു ടെക്സ്റ്റ് ആണ്. സോഴ്സ് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? സോഴ്സ് മനസ്സിലാവുന്നുണ്ട്. ഇതങ്ങ് പഠിച്ചാൽ മതി. വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവങ്ങളല്ല ഇതൊന്നും. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു ഡിഗ്രി പാസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നില്ല. നിങ്ങൾ ഡിഗ്രി ലെവലിൽ പഠിച്ച ഒരു സബ്ജക്റ്റിന്റെ അത്രയും കോംപ്ലിക്കേഷൻ ഈ ഒരു സബ്ജക്റ്റിനും ഇല്ല. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം സയൻസ് പഠിച്ച ആൾക്കാരായിക്കോട്ടെ, ആർട്സ് പഠിച്ച ആൾക്കാരായിക്കോട്ടെ, അത്രയും വോളിയമോ അത്രയും കോംപ്ലിക്കേഷനോ പി എസ് സിയുടെ ഈ സിലബസിനകത്ത് ഇല്ല. അത് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റിയല്ലോ. അപ്പൊ ഇതൊന്ന് മൈൻഡ് ഇരുത്തി പഠിക്കാം. ഇതിനകത്തെ മറ്റ് മൊഡ്യൂളാണ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇത് വിഷൻ IAS, യു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വിഷൻ IAS എന്ന് പറയുന്നൊരു IAS അക്കാഡമി ഉണ്ട്. അവർ ഫ്രീ ആയിട്ട് ഹാൻഡ് ഔട്ട്സ് പുറത്തിറക്കും. ആ ഹാൻഡ് ഔട്ട്സിനകത്തുള്ള സബ് ഹെഡിങ്സ് ആണ് ഈ കിടക്കുന്നില്ല. ശ്രദ്ധിക്കുക, അത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ ഹാൻഡ് ഔട്ട് ആണ്. ഓക്കെ, അത് വളരെ വാല്യൂബിൾ ആണ്. ഇത് കണ്ട പിന്നെ മനസ്സിൽ കൂടെ ഫസ്റ്റ് പോയത് അതാണ്. അവിടുന്ന് പഠിക്കാനും എളുപ്പമാണ്, പഠിപ്പിക്കാനും എളുപ്പം. ഇത് കൃത്യമായിട്ടുള്ള സോഴ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വിഷൻ IASന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഹാൻഡ് ഔട്ട് എടുക്കുകയാണെങ്കിൽ മിറ്റിഗേഷൻ എന്താണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ്, റെസ്ക്യൂ ഓപ്പറേഷൻ എങ്ങനെയാണ്, ഓരോ പ്ലാനിങ്, ട്രെയിനിങ്, ഇതൊക്കെ നമ്മൾ അതിനകത്ത് പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഔട്ട് ദെയർ ഫ്രീ ഓഫ് കോസ്റ്റിൽ അവൈലബിൾ ആണ്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഇതിന്റെയൊക്കെ. അത് വെച്ചങ്ങ് പഠിച്ചാൽ മതി. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ കേരള ഗവർണൻസിലൊക്കെ പണ്ടേ പഠിക്കുന്നതാണ്. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ അങ്ങ് പഠിക്കുമെന്നുണ്ടെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ കുറെ കോഴ്സസ് ചെയ്യാൻ പറ്റും. ഈ ഒറ്റ സൈക്കിൾ പഠിച്ചാൽ മതി. ഈ സൈക്കിളിന്റെ ക്ലാസ് ഞാൻ പിന്നെ എടുത്തു തരാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ഗവൺമെന്റിന്റെ ഡോക്യുമെന്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒരു ദുരന്തം, ഡിസാസ്റ്റർ ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർനെസ് ചെയ്യണം, മിറ്റിഗേഷൻ ചെയ്യണം, പ്രിവെൻഷൻ ചെയ്യണം. ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷമോ റെസ്പോൺസ്, റിക്കവറി ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ചോദ്യം വരുന്നത് എങ്ങനെ ആയിരിക്കും? എന്താണ് മിറ്റിഗേഷനും പ്രിവെൻഷനും തമ്മിലുള്ള ഡിഫറൻസ്? ഇങ്ങനെയാണ് യു പി എസ് സിയിലെ ചോദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ മാതൃക നമുക്കിവിടെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ അതിന് പുറത്ത് ചോദിക്കലൊന്നും ഇല്ല. ഇത് വളരെ ചെറിയൊരു ഏരിയ. ഇതിന് പുറത്തു നിന്ന് എന്താണ് അധികം ചോദിക്കാനുള്ളത്? ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് മിറ്റിഗേഷനും പ്രിവെൻഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തം ഉണ്ടാവുന്നത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാമോ അതാണ് പ്രിവെൻഷൻ. മിറ്റിഗേഷനോ, ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ തീവ്രത, എഫക്ട് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, അതാണ് മിറ്റിഗേഷൻ. ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലേ? ഇത് കംപ്ലീറ്റ്ലി ദുരന്തം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മിറ്റിഗേഷൻ, സപ്പോസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, ദുരന്തം സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാൻ പറ്റുന്നത്, അതാണ് മിറ്റിഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സെൻഡായി ഫ്രെയിംവർക്ക് പഠിക്കണം. അങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ട്. വളരെ ലളിതമായിട്ടുള്ള ഏരിയാസ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് വരുന്നത്. ഗവൺമെന്റിന്റെ ഒരു PDF ഉണ്ട്, ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ NDRF-ഉം ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റീസും ഒക്കെ പണ്ട് തൊട്ടേ PSC ചോദിക്കുന്നതാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊന്നും ഒരു അന്യഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്ന സിലബസ് അല്ല എന്നുള്ള കാര്യം ഫസ്റ്റ് മനസ്സിലാക്കുക. എൻവയോൺമെന്റിന്റെ കേസിൽ എനിക്ക് പറയാനുള്ളതാണ്. ഈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എവിടെ കൊടുത്തിട്ടുള്ളത്? ഫോർ എക്സാമ്പിൾ റിവേഴ്സ് ഓഫ് കേരള. ഇത് കേരള ജോഗ്രഫിയിൽ നിങ്ങൾ പ്രിലിംസിന് തന്നെ പഠിച്ച് ഉപേക്ഷിക്കുന്നതല്ലേ?
അതാണ് ഇവിടെ മെയിൻസിന് സ്പെഷ്യൽ ടോപ്പിക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, മെയിൻസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ടോപ്പിക്ക് മെയിൻസിന് വേണ്ടി പഠിക്കുന്ന ഒരാൾക്ക് പ്രിലിംസിന് എന്ത് ചോദ്യം വന്നാലും ഉത്തരവാദിത്തത്തിലേക്ക് എത്താൻ പറ്റില്ലേ? ഇതെല്ലാം വിഷൻ IAS PDF-ലുണ്ട്. വളരെ രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രൊമോട്ട് ചെയ്യുമല്ല, അവർ കൊടുക്കുന്ന ഫ്രീ മെറ്റീരിയലിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. അവരുടെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ അൾട്ടിമേറ്റ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ മെറിറ്റിനെ എപ്പോഴും അംഗീകരിക്കണം, അല്ലെ? ഒരു മെറിറ്റ് നമ്മൾ എപ്പോഴും അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. വേറെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രൊമോട്ട് ചെയ്യല്ല. അവർ കൊടുക്കുന്ന ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി, കുറെ കുട്ടികളോട് നിന്ന് പഠിക്കുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, അവരുടെ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുള്ളത്. ഓക്കെ, നമ്മുടെ പഠന നിലവാരം ശരിക്കും മാറും അത് വെച്ചിട്ട്. കാര്യം എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ്, അപ്പൊ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്കുണ്ട്. അപ്പൊ ഈ ഒരു സൈക്കിൾ അങ്ങ് പഠിക്കാം. ഈ സൈക്കിളിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ തരുന്നതാണ്. പിന്നെ ഗവേണൻസ് ഒക്കെ LSTS സമയം തൊട്ടേ സിലബസിനകത്തുള്ളതാണ്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എക്സ്പേർട്ട് സിസ്റ്റം ഒക്കെ ഇഗ്നോ മെറ്റീരിയൽസ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് ഇവിടുന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, IT ആക്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു കോമൺ ശ്രദ്ധിക്കണം. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പ്രിലിംസിലും ഉണ്ട് മെയിൻസിലും ഉണ്ട്. പക്ഷെ മെയിൻസിലേക്ക് വന്നപ്പോൾ അവര് IT ആക്ടും ബാക്കി ഡേറ്റ പ്രൈവസി പോലുള്ള ടോപ്പിക്സ് ഒഴിവാക്കി. എന്നിട്ട് അത് അവർ എവിടെ കൊണ്ടുവച്ചു? ഗവേണൻസിന്റെ അണ്ടറിൽ അവർ ഇൻസേർട്ട് ചെയ്തു. അപ്പൊ പ്രിലിംസിന് പഠിക്കുന്ന ഒരാളുടെ സംബന്ധിച്ച് ഈ ടോപ്പിക് ഒക്കെ കവർഡ് ആയി പൊക്കോളൂ. മനസ്സിലായോ? നമ്മൾ സിലബസ് കീറി മുറിച്ചിട്ടുള്ള സ്ട്രാറ്റജി ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ മെയിൻസിന് വേണ്ടി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസിനകത്ത് ഈ ടോപ്പിക്സ് ഒക്കെ കവർ. ഇതൊക്കെ പ്രിലിംസിനകത്ത് ടോപ്പിക്കാണ്. പ്രിലിംസിലെ സൈബർ ലോസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സൈബർ സെക്യൂരിറ്റി ത്രെഡ്സ് ഒക്കെ പ്രിലിംസിൽ ഉപയോഗിക്കുന്നതാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, പക്ഷെ നല്ല വീര്യം കൂടിയ വീഞ്ഞാണ്. നമ്മൾ കൃത്യമായി യൂസ് ചെയ്തില്ലെങ്കിൽ ബോധം പോകും. ഇപ്പൊ ഏകദേശം സിലബസ് നമ്മൾ കീറി മുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഇന്ന് പ്രിലിംസിന്റെ സിലബസ് ആയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. മെയിൻസ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിലിംസ് പാസ് ആവുന്നതാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയുടെ സിലബസ് വരുമ്പോൾ നിങ്ങൾ നോക്കിയോ, നമുക്ക് അതും ഇതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം PSC സിലബസ് സ്ട്രക്ചർ ചെയ്യുന്ന അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് തന്നെ കുത്തിയിരുന്ന് പഠിക്കുക എന്നുള്ള മെന്റാലിറ്റിയിൽ അല്ല അവർ സ്ട്രക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരേ സമയം പരീക്ഷ എഴുതുന്ന ആൾക്കാർ പല റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. ഇത് ഓരോ പോസ്റ്റിനും ഓരോ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്, സ്റ്റിൽ അവർ പലതിലും വരുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഒരു ധൈര്യമുണ്ട്. വലിയ ബുദ്ധിജീവികളായതുകൊണ്ടല്ല, പക്ഷെ സ്ട്രാറ്റജിക്കലായിട്ട് പ്ലാൻ ഇട്ട് പഠിക്കാനുള്ള ധൈര്യമുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ? അതായത് നമ്മൾ ചെറിയൊരു സെഷൻ ആണെന്ന് സ്റ്റഡി പ്ലാൻ ഏകദേശം നിങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബാച്ചസിലേക്ക് വരികയാണെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ തന്നെയാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ഒരു അക്കാഡമിയിൽ പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു സ്ട്രാറ്റജി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആണ് സംഭവം. പക്ഷെ ഇവിടുത്തെ ഒരു ട്രാജഡി ഞാൻ പറഞ്ഞുതരാം. എത്ര പേര് യൂട്ടിലൈസ് ചെയ്യും? മെയിൻസ് പഠിച്ചാൽ പ്രിലിംസ് പാസ്സാവും, ഓട്ടോമാറ്റിക്കായിട്ട് പാസ് ആയിക്കോളും, നമുക്ക് എന്താ റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ പറ്റും, കൂടെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ ഇത്രയും കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ എത്ര പേര് ഇത് കംപ്ലീറ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യും? വളരെ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡിഗ്രി ലെവലിൽ കോമ്പറ്റീഷൻ കുറവാണ്. കുറെ ആൾക്കാർ അവർ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് എനിക്ക് വാക്ക് തരുന്നുണ്ട് കമന്റ് സെക്ഷനിൽ. ഇറ്റ്സ് ഗുഡ്. കാര്യം ഇറ്റ്സ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സിമ്പിൾ ആണ് സംഭവം, പക്ഷെ ഈസി അല്ല. അതിന്റെ അർത്ഥം നിങ്ങൾ ഇരുന്നൊന്ന് ആലോചിക്കുക. സിമ്പിളും ഈസിയും ഒന്ന് തന്നെയാണോ? അല്ല. കാര്യം എപ്പോഴും ശരിയായ മാർഗം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള വഴി തന്നെ ആയിരിക്കും, പക്ഷെ അതിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സിംപ്ലിസിറ്റി ഇസ് അൾട്ടിമേറ്റ് സൊഫിസ്റ്റിക്കേഷൻ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾ മുന്നോട്ട് പോകാട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മറ്റേ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അത് അഡ്രസ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി പെർസ്പെക്റ്റീവിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ പറഞ്ഞ സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ സിലബസ് ബേസ്ഡ് സ്റ്റഡി, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ഞാൻ വീഡിയോ എൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിലേക്ക് പോകാം. പ്രിലിംസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവർ കൃത്യമായിട്ട് ഇട്ടിട്ടില്ല. യെസ്, സാറിന് ചോദിക്കുന്നത് പ്രിലിംസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അവര് കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് തോന്നുന്നു ഇട്ടിട്ടില്ല അല്ലേ? യെസ്, എന്റെ ഓർമ്മയിൽ കണ്ടിട്ടില്ല. പക്ഷെ മെയിൻസിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രിലിംസ് വിടൂ, നിങ്ങൾ പ്രിലിംസ് എല്ലാവരും പ്രിലിംസ് വിടുക, മെയിൻസിനൊക്കെ പഠിച്ചാൽ മതി. SIയുടെ മെയിൻസിലേക്ക് വരുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും അവിടെ ഉള്ളത്, അല്ലെ? പേപ്പർ 2-ന്റെ ഞാൻ മറ്റേ യൂണിവേഴ്സിറ്റീസിന്റെ ബുക്ക് ലിസ്റ്റ് ഞാൻ അയച്ചിടാം കേട്ടോ.
യെസ്, എക്സാക്ട്ലി. നമ്മുടെ ബാച്ചസിലൊക്കെ നമ്മൾ ഇപ്പോഴേ മെയിൻസിന്റെ ക്ലാസ് കൊടുത്തു തുടങ്ങുവാണ്. വി ആർ പ്രിപ്പയർഡ്. ഈ പറഞ്ഞ പോലെ ഓരോ സബ്ജക്റ്റിലും ഡിഫറെന്റ് യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരെ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുമായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്നുണ്ട്. സിലബസ് വരുന്നതിന് മുമ്പ് തന്നെ സ്റ്റാൻഡ് ബൈ ആയിരുന്നു. സിലബസ് എവിടെ നിന്ന് എങ്ങനെയൊക്കെയാ ചോദിക്കുന്നത് അറിയത്തില്ലല്ലോ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര കട്ടി സിലബസ് ചോദിച്ചില്ല, അതൊരു ഭാഗ്യമാണ്. നമ്മൾ ഫെമിലിയർ ആണ് ഈ കാര്യങ്ങളൊക്കെ, നമ്മൾ ഒരു ഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ട്. LSTS പിന്നെയും കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു സിലബസ്. പക്ഷെ ഇതിനകത്ത് സിലബസ് എല്ലാം നമ്മൾ ഒരു ഘട്ടത്തിൽ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. യെസ്, അതുകൊണ്ട് ഇതിനകത്ത് ടെൻഷൻ അടിക്കുക വേണ്ട. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ് നമ്മളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ് കാണാം. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാം, അതിനകത്ത് ഡ്രൈ ഏരിയാസ് ആണെങ്കിൽ പോലും എങ്ങനെയാണ് കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ സംഭവമൊന്നും അല്ല, നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, LSTSനേക്കാളും ഈസിയാണ് ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ്. KSനേക്കാളും കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, പക്ഷെ LSTSന്റെ ഈസിയാണ്. സെറ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെ? സോ യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർ ഈ ഒരു സ്ട്രാറ്റജി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവാൻ മറക്കണ്ട. ഓക്കെ, ഞാൻ റെക്കോർഡിംഗ് ഓഫ്.